അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അച്ഛൻ പറഞ്ഞതുപോലെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ ഈ റോബോട്ടിൻ്റെ കാര്യവും അച്ഛൻ പറഞ്ഞു. അപ്പം ഭാവിയിൽ നമ്മുടെ പള്ളിയിൽ അച്ഛന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോബോട്ട് തന്നെ വന്ന് ശുശ്രൂഷ ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവും. ഈ കോവിഡ് വന്നപ്പോൾ അതല്ലേ സംഭവിച്ചത്? കോവിഡ് കാലഘട്ടം വന്നപ്പോൾ കോവിഡ് എന്തിനായി ഈ പ്രകൃതി? ഇപ്പൊ അന്നൊരു ചോദ്യം വന്നിരുന്നു, ദൈവം ഇല്ലേ, ദൈവം ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് ഈ കോവിഡ് വന്നു, മഹാമാരി വന്നു? അപ്പൊ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ആ കോവിഡ് വന്നതിനൊരു ഉദ്ദേശമുണ്ട്, പ്രകൃതിയെ ബാലൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം, സൗണ്ട്. ആ കോവിഡ് കാലഘട്ടത്തിൽ വാഹനങ്ങൾ പുറത്തിറങ്ങിയില്ല, യന്ത്രങ്ങൾ നിലച്ചു, ശബ്ദം, സൗണ്ട് ബാലൻസ് ചെയ്യിച്ചു. അത് പ്രകൃതി ഈ വാഹനങ്ങളൊന്നും പുറത്തിറക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് അന്തരീക്ഷ മലിനീകരണം കുറച്ച് മാറി. അപ്പം ഇതിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഓരോ 100 വർഷം കഴിയുമ്പോഴും ഇതൊരു ബാലൻസിങ് ലൈഫിലേക്ക് മാറും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇന്നൊരാൾ പണക്കാരനാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു വലിയ അതിസമ്പന്നാണെന്ന് വെച്ചോ, എൻ്റെ 4ാം തലമുറ ഏറ്റവും ദരിദ്രനായിട്ട് മാറും. 4ാം തലമുറ വരെ പോണ്ട. അടുത്ത 4ാം തലമുറ, ഇതൊരു സർക്കിളാണ്. അല്ല, 4ാം തലമുറ വരെ പോണ്ട. അടുത്ത 4ാം തലമുറ ഏറ്റവും സമ്പന്നനായി മാറും. ഇതാണ് ഒരു സർക്കിൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം തന്നെ ഈ ഒരു സർക്കിളിൽ ഒരു ബാലൻസ്ഡ് ലൈഫിലൂടെ പോയേ മതിയാവും. അപ്പം ആ ബാലൻസ്ഡ് ലൈഫിൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും, ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങളുണ്ടാകും, കുറേ പേര് വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരും. ചോദ്യം, അന്ന് ഇതേപോലെ ഈ എന്താ പറയുക, റോബോട്ടുകൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പള്ളിയും ദേവാലയവും പ്രാർത്ഥനകളും ഒന്നും വേണ്ടാത്തൊരു കാലഘട്ടം വരില്ലേ എന്ന് ചോദിക്കുന്നത് വളരെ ക്ലിയറാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം ആണ് സർവത്തിൻ്റെയും നിയന്ത്രിതാവും പരിപാലകനും സർവവും സൃഷ്ടിച്ചതും. ആ ദൈവത്തിന് അറിയാം ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്ന്. ദൈവനിശ്ചയമല്ലാത്തത് ഒന്നും നിലനിൽക്കുകയില്ല. മനുഷ്യൻ കുറേ സംവിധാനങ്ങളും സംരംഭങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ സംവിധാനങ്ങളാണ്. ആ മനുഷ്യൻ്റെ സംവിധാനങ്ങളും സംരംഭങ്ങളും എല്ലാം അസ്ഥാനത്താകുന്ന ഒരു കാലഘട്ടം വരും. അതിന് നമ്മുടെ വിശ്വാസവും ഈ ടെക്നോളജിയും തമ്മിൽ എങ്ങനെ അത് വേർതിരിക്കാൻ പറ്റും? അതായത് ഈ ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജി മനുഷ്യൻ കണ്ടുപിടിച്ചതാണെങ്കിലും ദൈവമാണ് അതിൻ്റെ പിന്നിൽ. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ശാസ്ത്രം പറയുന്ന ശാസ്ത്രം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് ക്രിയേറ്റ് ചെയ്യാനൊക്കത്തില്ല, ക്രിയേഷൻ ദൈവത്തിന് മാത്രമാണ്. ഇപ്പം ഈ ഒരു ഫോൺ ഇത് മെയ്ഡാണ്. അതായത് കുറേ സംവിധാനങ്ങൾ, ഈ ഭൂമിയിലുണ്ടായിരുന്ന കുറേ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്ത് ടെക്നോളജിയിലൂടെ പുതിയതൊരെണ്ണം ഉണ്ടാക്കി. എന്നാൽ ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇതിൻ്റെ പദാർത്ഥങ്ങൾ, മൂലപദാർത്ഥങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ദൈവമാണ്. ഈ മൂലപദാർത്ഥങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ ആദിയിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് രൂപപ്പെട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിൽ ആയി എന്ന് മാത്രമേ. അത് ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഞാനും ബെന്നിയും ഒക്കെ, നമുക്കൊക്കെ ഒരു ജനിച്ച വർഷമുണ്ട്, ബർത്ത്ഡേ. നമ്മൾ ജനിച്ച വർഷം, നമ്മൾ ബർത്ത്ഡേ അതല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന ദിവസത്തെക്കുറിച്ചാണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അതെ, അതിന് മുന്നേ നിങ്ങളുണ്ടായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളുണ്ടായി. അപ്പം കൺസീവ് ആയ ദിവസം എന്ന് പറയും. അല്ല, അതിന് മുന്നേ XY സെല്ലുകൾ, ക്രോമസോമുകളായിരിക്കുമ്പോൾ അതിന് ജീവനുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കളായ ആദമിൽ ഞാനും നിങ്ങളും ജനിച്ചു. നമ്മുടെ ഒരു 10 തലമുറ, കേരളത്തിലെ 10 തലമുറ ബാക്കിലോട്ട് പോയാൽ നമ്മുടെ എല്ലാ അപ്പനും അമ്മയും ഒരാളായി. ഒരു 10 തലമുറ പോണ്ട. ഈ മിക്സിങ് എല്ലാ കാലം നടന്നുകൊണ്ടായി ഇങ്ങനെ കളർ വ്യത്യാസവും രൂപ വ്യത്യാസവും വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഒരപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് പോയാൽ നമ്മുടെ ബൈബിളിലും അങ്ങനെ പറയുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നും പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. കാരണം ബൈബിളിൽ പറയുന്നു, ബൈബിളിൽ പറയുന്ന പോലും ആദാമിനെയും ഹവ്വയെയും ആണ് ആദ്യം
സൃഷ്ടിച്ചത്. അതിലുണ്ടായത് ഞാൻ. എൻ്റെ അപ്പനമ്മയും മരിച്ചു, പക്ഷെ എൻ്റെ അപ്പനമ്മ ഇപ്പോഴും ജീവിക്കുന്നു. കാരണം അവരുടെ ശരീരത്തിൻ്റെ അംശമാണ് ഈ ശരീരം. നമ്മുടെ എല്ലാവരുടെയും ഈ ശരീരത്തിൻ്റെ അംശമാണ് എൻ്റെ മക്കൾ. അപ്പൊ എന്ന് അതിലൂടെ പറഞ്ഞാൽ ആദ്യ മാതാപിതാക്കളിൽ ഞാൻ ബലി ഉണ്ടായി. അന്നും എനിക്ക് നിങ്ങൾക്ക് നീരുണ്ടായിരുന്നു. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഇപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കയ്യോ കാലോ മുറിക്കുന്ന രോഗികളെ കാണാം. നമ്മളൊരു ഭാഗം മുറിച്ച് കളയുന്നു, അപ്പോൾ അത് ആ ഭാഗം നശിച്ചു പോകും, ബാക്കി ഭാഗം ചെയ്യും. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന ടെക്നോളജിയുടെ എല്ലാം തന്നെ സൃഷ്ടിച്ചപ്പോൾ ഈ 6 ദിവസത്തെ സൃഷ്ടിയിൽ ഇതെല്ലാം ഉണ്ടായി. അത് നമ്മൾ കണക്ട് ചെയ്ത് ഈ എന്താ പറയുക, ചെറിയ മൂലകങ്ങൾ അത് കണക്ട് ചെയ്ത് പുതിയ ടെക്നോളജി ഉണ്ടാക്കി. അത് മാത്രമേ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. ക്രിയേഷൻ ദൈവത്തിൻ്റെതാണ്. ഈ ടെക്നോളജി വളരും തോറും നമ്മളിപ്പം ശാസ്ത്രം അത്രത്തോളം വളർന്നു എന്നുള്ളതാണ്. ഇനിയും വളരാനിരിക്കുകയാണ്, ഇനിയും വരാനിരിക്കുക. ഇതെല്ലാം പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണ്. അച്ഛൻ പറഞ്ഞതല്ല, അതെ, ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. അറ്റ് പ്രസന്റ് ഇപ്പോൾ തന്നെയും നമ്മുടെ ദേവാലയങ്ങളിലോ നമ്മുടെ പള്ളികളിലോ ഒക്കെ ആളുകൾ കുറവാണ്. അവിടെ ഒരു ചോദ്യം വരുന്നത്, എന്താണ് പ്രാർത്ഥന എന്നുള്ളത് എന്നൊരു മറുപടി കിട്ടണം. അതിന് കറക്റ്റ് ഉത്തരം കിട്ടണം. നമ്മൾ വിചാരിക്കുന്നത് പള്ളിയിൽ പോയി 1 മണിക്കൂർ 2 മണിക്കൂർ അത് മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അത് മാത്രമല്ല പ്രാർത്ഥന. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഇത് 2 പ്രാർത്ഥനയുടെ ഭാഗമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. നിങ്ങൾ നടക്കുന്നു, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന ജോലികൾ, ഇതെല്ലാം തന്നെ പ്രയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യനെ, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. യേശുദമ്പുരാൻ കാണിച്ചത് അത് തന്നെയാണ്. അത് യേശുദമ്പുരാൻ അല്പസമയം മാറിയിരുന്ന പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം പ്രവൃത്തിയായിരുന്നു. ഈ 3.5 വർഷത്തെ പരിശുശ്രൂഷയിൽ കൂടുതൽ പ്രവൃത്തി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പ്രവൃത്തികളെല്ലാം തന്നെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അല്ലാതെ അപ്പം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അതും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഒപ്പം നാം ചെയ്യുന്ന ഓരോ കർമ്മവും അത് പ്രാർത്ഥനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ അർത്ഥത്തിൽ വ്യത്യാസം വരും. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. അച്ഛൻ മുമ്പേ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് നമ്മൾ ദേവാലയത്തിൽ പോയില്ലല്ലോ. 5 പേർക്ക് പോകാം, പിന്നെ അത് 15 പേരായി, പിന്നെ 20 പേരായി. ദേവാലയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റ്, കുറേ സ്ട്രക്ചർ, ബിൽഡിങ്ങുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള ദേവാലയം എന്ന് പറയും. ദേവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടം. ആ ദൈവം വസിക്കുന്നത് എവിടെയാ? നമ്മുടെ ഹൃദയത്തില്ല. ഇതാ ശരിക്കും ദേവാലയം. എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്. ഇതാ ദൈവാലയം എന്ന് പറയുന്നത്. ഈ ഹൃദയവും മനസ്സും ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം ഈ ദേവാലയത്തിനുള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതെന്ത് പ്രവൃത്തിയാണ്. അല്ല, ഇനി അടുത്തൊരു തലമുറയിൽ നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞ വരും തലമുറയിൽ ഈ പറയുന്ന ദേവാലയങ്ങളൊക്കെ ഇല്ലാതെ വരുന്ന ഒരു സ്ട്രക്ചർ മാറണമല്ലോ. സ്ട്രക്ചർ മാറേണ്ടതാണെങ്കിൽ മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു യെരൂശലേം ദേവാലയത്തെ എന്നൊക്കെ പറഞ്ഞത്, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കാലം വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ബിൽഡിങ്ങുകളോ സ്ട്രക്ചറുകളോ നിലനിൽക്കണം എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. സ്ട്രക്ചറുകൾ നിലനിൽക്കുക, സംവിധാനങ്ങൾ നിലനിൽക്കുക, അതാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് ദൈവ നിശ്ചയമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പൂർണ്ണമായി പറയാനായിട്ട് പറ്റുകയില്ല. കാരണം സ്ട്രക്ചറുകൾ പൊളിച്ചെഴുതപ്പെടേണ്ടത് പൊളിച്ചെഴുതിയേ മതിയാവുകയുള്ളൂ, മാറ്റപ്പെടേണ്ടത് മാറിയേ മതിയാവുകയുള്ളൂ. അത് എന്ത് സംവിധാനങ്ങളാണെങ്കിലും. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നിലനിൽക്കും. അപ്പം നമ്മുടെ പള്ളികളിലെ പൊതുയോഗങ്ങളും അടിയും ബഹളവും പ്രശ്നങ്ങളും പിന്നെ കൂട്ടത്തല്ലും തമ്മിത്തല്ലും അതെല്ലാം ഈ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതെല്ലാം മാറും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ അധികാരങ്ങൾ വരും, പവർ വരും, ഇതെല്ലാം വരും. അത് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ കുറേ ഇതാണ് സംവിധാനങ്ങൾ, ഇതാണ് സഭ, ഇതാണ് ഇടവക, ഇതാണ് സ്ട്രക്ചർ, ഇത് നമ്മൾ കുറേ ഒരു
പാരഫർണേലിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആ സ്ട്രക്ചറുകൾ നിലനിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. ഒരു കെട്ടിടം നിർമ്മിക്കുക, ഒരു കല്ലെടുത്ത് വെച്ച് അതിന്റെ മേളിൽ കല്ലുവെച്ച് ആ ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറും അതിനകത്ത് കുറെ സംവിധാനങ്ങളും ഉണ്ട്, നിയമങ്ങളുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേഷനുണ്ട്, ബോഡിയുണ്ട്. അത് നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നന്മ നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു അതാണ് കാണിച്ചത്. ഈ സ്ട്രക്ചറിനപ്പുറത്ത് മനുഷ്യനുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവരെ ഞാൻ പോറ്റേണ്ടതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ റോബോട്ടുകൾ വരുമ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്ന തലമുറയിൽ റോബോട്ടുകളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ എല്ലാം റോബോട്ടുകളാവുന്നത്. മനുഷ്യൻ തന്നെ ഇല്ലാതെ വരുന്നില്ലേ, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. റോബോട്ടുകൾ ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതിയുടെ ഭാഗമാണ്. കാരണം ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് റോബോട്ടുകൾ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യനെ കണ്ടുപിടുത്തം, മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധി തരണമല്ലോ, എനിക്ക് ആരോഗ്യം തരണമല്ലോ, എനിക്കുള്ള സംവിധാനം തരണമല്ലോ. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. ഇതിനുള്ള സംവിധാനം ഇത് ആത്യന്തികമായിട്ട് ആരുടേതാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതായത് ക്രിയേറ്ററിൻ്റെ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്നും നിങ്ങൾ സ്വന്തമെന്ന് അഭിമാനിക്കുന്ന ഒന്നും നിങ്ങളുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ജനസംഖ്യ, ഞാൻ എന്റെ ചോദ്യമാണ്, അപ്പം ജനസംഖ്യ കുറഞ്ഞ് ഭൂമിയിൽ നിന്ന് തന്നെ ജനങ്ങളുണ്ടാകും, ജനങ്ങൾ നിലനിൽക്കും, ജനങ്ങൾ നിലനിൽക്കണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവേൻ. ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, പ്രൊക്രിയേഷൻ. അത് നിലനിൽക്കും, അതൊന്നും ഇല്ലാതാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചത്, അപ്പം പിന്നെ അച്ഛൻ മുമ്പേ പറഞ്ഞു റോബോട്ടുകളുടെ നിയന്ത്രണത്തിലെല്ലാം വരുന്നത് അപ്പം മനുഷ്യന് ജോലി ഇല്ലാതെ വരും. ജോലിയില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പൂർണ്ണമായും ജോലി ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം അടുത്ത ഒരു 25-30 വർഷത്തിനൊക്കെ ഉണ്ടാകും. അതിന്റെ പിന്നെ തുടക്കമാണ് ഇപ്പോൾ. തുടക്കമാണ്. നിങ്ങൾ 15 വർഷത്തിന് മുമ്പ് മൊബൈൽ ഫോൺ നിങ്ങൾ കണ്ടിരുന്നില്ല, ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഒരാളെ ആ സ്പോട്ടിൽ, ഞാൻ 15 വർഷം ഉദാഹരണം പറഞ്ഞു, അല്ലെ 20 വർഷം, അല്ലെ 30 വർഷം ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു 92 ആദ്യമായി ഒരു മൊബൈൽ ഫോൺ എന്റെ ബ്രദറിലാണ് കൊണ്ടു തന്നത്. അപ്പൊ എനിക്ക് അല്പം അന്ന് ഈ ടെക്നോളജി മാറിയില്ലേ. അപ്പൊ അത് വീണ്ടും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ 10 വർഷം കഴിയുമ്പോൾ പുതിയ ടെക്നോളജി. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ലോകം, അതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു കഴിഞ്ഞു. ഇപ്പം ഓരോ നിമിഷം കഴിയുമ്പോഴും പുതിയ ടെക്നോളജി ഉണ്ടാക്കി. ഇപ്പം നിങ്ങളുടെ ഡ്യൂപ്പിനെ ഉണ്ടാക്കി, ഇപ്പോഴത്തെ AI ബെന്നിയെ അതേ ഡ്യൂപ്പിനെ ഉണ്ടാക്കി ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന ആളിനെ ഉണ്ടാക്കി തരും. ഇതേപോലെ വിഷ്വലായിട്ട് ബെന്നി ഫിസിക്കലായിട്ട് വേണ്ട, ബെന്നി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഡ്യൂപ്പിനെ ഉണ്ടാക്കി നമ്മൾ തമ്മിൽ ഇന്റർവ്യൂ ചെയ്യുന്നൊരു കാലഘട്ടമുണ്ട്. അതിപ്പോഴായി കഴിഞ്ഞു. ഇനി അടുത്ത ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റാണ് ഞാനീ പറഞ്ഞത്. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്താൽ എറണാകുളത്ത് ഒരു ഫ്ലാറ്റില് രാവിലെ 5 മണിക്ക് ഈ റോബോട്ട് ചായ ഉണ്ടാക്കി ആ കുടുംബത്തിന് എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ക്യാരറ്റ് അതെല്ലാം ശരിയാക്കി എല്ലാം റെഡിയാക്കി വെക്കും. ഭാര്യ ഭർത്താവ് ജോലി ചെയ്യുന്നവർ, 2 കുട്ടികൾ പഠിക്കുന്നവരാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ എല്ലാം അടുക്കള ജോലികൾ കംപ്ലീറ്റ് തീർത്ത് വെച്ചിട്ട് പിന്നെ ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് അവർ ഭക്ഷണം കൊണ്ട് ഒരു ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ട് പോകുന്നു. തിരിച്ചവർ വൈകിട്ട് വരുമ്പോഴത്തേന് ചായയും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ട് അവരുടെ ജോലിക്കാർക്ക് പകരം, ഒരു വീട്ടു ജോലിക്കാർക്ക് പകരം ആ റോബോട്ട് അവരെല്ലാം ചെയ്യും. 29 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാൻ. അതൊരു ചെറിയൊരു കാര്യമാണ് കണ്ടത്, അതൊരു ചെറുതായ ഒരു കാര്യം, ഏറ്റവും മൈന്യൂട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് സർജറി റോബോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറി റോബോട്ട് ഇപ്പോൾ ഇപ്പം ഈ അമേരിക്കയിലിരിക്കുന്ന ഒരാളെ നിയന്ത്രിച്ചുകൊണ്ട് കേരളത്തിലിരിക്കുന്ന ഒരു പേഷ്യന്റ് സർജറി റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തേക്ക് ഇപ്പം വരാൻ പോകുന്നു. സർജറി ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക് മാറും. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യന് ജോലി ഇല്ലാത്ത ഒരു ജോലി ചെയ്യാൻ ഉണ്ടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പ്രപഞ്ചം മാറും.
ഇതാ എൻ്റെ ഒരു കീ പോയിന്റ്. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ എന്തോ ഒരു ആപ്ലിക്കേഷൻ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് നാട്ടിലുള്ള ഒരു പേഷ്യന്റിനെ അതിപ്പോൾ ആയിക്കഴിഞ്ഞല്ലോ. ആയിക്കഴിഞ്ഞു. ഇപ്പം പേഷ്യന്റിനെ കണ്ടുകൊണ്ട് ഇപ്പം ഇവിടെ എല്ലാം ആ ടെക്നോളജി വന്നു. ഇപ്പം പേഷ്യൻ്റ് ഡോക്ടറും ഡയറക്റ്റ് പോകേണ്ട കാര്യമില്ല. പേഷ്യൻ്റെ ബെഡിൽ ഇരുന്നുകൊണ്ട് കണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്നത് ആ ടെക്നോളജി ഇപ്പം അമേരിക്കയിലുണ്ട്. എല്ലാ മിക്കവാറുള്ള ഹോസ്പിറ്റലിലെല്ലാം ഉണ്ട്. അത് കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇരുന്ന ഡോക്ടർ അവിടെ ഇരുന്ന് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നുണ്ട്. തുടക്കം മാത്രം. തുടക്കം. ഈ സർജറി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് മാറും. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ജോലി ചെയ്യേണ്ടാത്ത, ചെയ്യാൻ പറ്റാത്ത, ജോലി ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് മനുഷ്യന്മാർ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദിയുടെ ആരംഭത്തിൽ മനുഷ്യൻ ജോലി ഇല്ലാതെ പ്രകൃതിയിൽ നിന്ന് കനി ഭക്ഷിച്ച് വേട്ടയാടി ജീവിച്ചു. അപ്പോൾ ഈ പ്രകൃതിയുടെ സംവിധാനങ്ങളെല്ലാം റോബോട്ടുകൾ ചെയ്യുമ്പോൾ, കൃഷി, ആരോഗ്യം, എല്ലാ മേഖലകളിലും റോബോട്ടുകൾ വരുമ്പോൾ മനുഷ്യന് പിന്നെന്താ ജോലി? വെറുതെ ഇരിക്കാന്നുള്ളത്. അനുഭവത്തിലേക്ക് പോകും. ആ ഒരു കാലം നമ്മളിപ്പോൾ അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെ എതിർത്തൊരു കാലഘട്ടമുണ്ട്. ഞാൻ കൊട്ടാര കോളേജിൽ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഞാൻ അനുകൂലിച്ച സിമ്പോസിയത്തിന് അനുകൂലിച്ച് പറഞ്ഞ് ഞങ്ങളെ സിമ്പോസിൽ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ അന്ന് നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ടെക്നോളജി അഡ്വാൻസ്. അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയൊരു സാധനമാണ് നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മൊബൈലുണ്ട്. ആ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഇതിനെ എതിർത്തു, അറിവില്ലായ്മ ഉണ്ട്. ഞാൻ ഈ പറയുന്നതിനെ എതിർക്കാം. ഞാനിപ്പം 30 വർഷം കഴിയുമ്പോൾ ഈ പണം, നോട്ടുകളൊന്നും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടമുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഈ റോബോട്ടുകൾ കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് എൻ്റെ കുഴപ്പമല്ല, അത് അവരുടെ അറിവിൻ്റെ പരിമിതിയുടെ കുഴപ്പമാണ്. എന്നാൽ ഞാൻ പറയുന്നതെല്ലാം പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നതില്ല. ഞാൻ ഗസ് ചെയ്യുകയാണ് ഇതാ വരാൻ പോകുന്ന ഒരു കാലഘട്ടം. അപ്പം എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഇന്നത്തെ സംവിധാനത്തിൽ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതാ എനിക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഈ റിയാലിറ്റിയിൽ ഈ നിമിഷം ഞാനിവിടെ ഉണ്ട്. അടുത്ത നിമിഷം ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്.